കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധാരാധന ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആരാധനയ്ക്കായി കൂട്ടിക്കൊണ്ടുവരുന്നു. നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൽ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മപകർച്ച നമ്മുടെ ഉള്ളങ്ങളിൽ കർത്താവ് ധാരാളമായി പകരുമാറാകട്ടെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വേദവചനമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട്, എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, ആളത്വമായി ഞാൻ അവിടെ ഉണ്ട് എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരുമ്പോൾ യേശുവിൻ്റെ നാമത്തിലെ കൂടിവരവിനുള്ള ഉത്സാഹം നമ്മുടെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് ഉണ്ടാകണം. ഈ 18-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുന്നതിന് എന്ത് കാര്യത്തിനാണ് കർത്താവ് ഇറങ്ങി വരുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. 18-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ നമ്മൾ ആ ഭാഗമൊന്ന് ഓടിച്ച് നമുക്ക് വായിക്കാം. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആര്? ലോകത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തെ അറിഞ്ഞവർ ദൈവരാജ്യത്തിൽ വലിയവരാകാൻ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് അതിനുള്ള വഴി എന്ന് എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു. ലോകത്തിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവരുടെ വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ഒരുപാട് വഴികളൊന്നുമില്ല. കർത്താവ് വളരെ വ്യക്തമായും ലളിതമായും കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുവാനുള്ള വഴി എന്താണെന്നുള്ള ചോദ്യത്തിന് കർത്താവ് ഒരു ശിശുവിനെ അടുക്ക വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി. ഒരു ഉദാഹരണത്തിലൂടെ കർത്താവ് എന്ത് ചെയ്യണം? അവരുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. കർത്താവ് എപ്പോഴും ഉപമകളിലൂടെ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിട്ടുള്ളവർ കർത്താവ് പറയുന്ന ഉപമകളിലെ കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. ഇവിടെ കർത്താവ് ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ എന്ത് ചെയ്യണം? ആയി വരണം. ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ശിശുക്കൾക്കുള്ള ഒരു പ്രത്യേകത, അവർ നിഷ്കളങ്കരുള്ള. അതുപോലെ തന്നെ ശിശുക്കൾക്ക് എപ്പോഴും ആകാംക്ഷയുണ്ട് പല കാര്യങ്ങൾ അറിയാൻ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് എന്ത് ചെയ്യുന്നു? ഇതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്, പല പല ചോദ്യങ്ങളും സംശയങ്ങളും ശിശുക്കൾ എന്ത് ചെയ്യും? മാതാപിതാക്കളോട് ചോദിക്കും. അതുപോലെ നമ്മളും ആത്മീയ കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. എപ്പോഴും എന്ത് കാര്യത്തിനും ഒരു ശിശു അതിൻ്റെ അമ്മയപ്പന്മാരോട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ ശിശുക്കൾ ആത്മീയത്തിലും സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രകൃതം എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തോട് വചനത്തിലൂടെ ചോദിക്കുന്ന, അതറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. മറ്റൊരു കാര്യമാണ്, ശിശുക്കൾക്ക് മാതാപിതാക്കളിൽ നിന്നൊരു അകൽച്ച ഉണ്ടാകുമ്പോൾ ശിശുക്കൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കരയും.
ദൈവ സാന്നിധ്യത്തിൽ അല്പമെങ്കിലും വ്യത്യാസം നേരിടുമ്പോൾ കരയുന്ന ഒരു പ്രവണത. ഹല്ലേലൂയ. കർത്താവ് പറയും, നിങ്ങൾ ശിശുക്കളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളായണം. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, കടക്കത്തില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. അപ്പോൾ ഇവിടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്നെ എന്ത് ചെയ്യുക? താഴ്ത്തുക എന്നുള്ള. ദൈവസന്നിധിയിൽ നമ്മെ എന്ത് ചെയ്യുക? താഴ്ത്തുക. ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ എന്ത് ചെയ്യുക? താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ വിനയപ്പെടുത്തി കൊടുക്കുക. ആൾക്കാരുടെ മുമ്പിൽ നമുക്കൊരു പക്ഷേയെങ്കിൽ താഴ്മ പെരുമാറ്റത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാൻ പറ്റും. ദൈവം നോക്കുന്നത് പെരുമാറ്റമല്ല, സ്വഭാവമാണ്. താഴ്മ എന്ന് പറയുന്നത് ഒരു പെരുമാറ്റ രീതിയല്ല. താഴ്മ എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ, അവൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അനുസരണത്തോടു കൂടി ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? താഴ്മപ്പെടുത്തുന്നു. വചനത്തെ അനുസരിക്കാൻ. അതാണ് വചനത്തിൽ പറയുന്നത്, താഴ്മയുള്ളവർക്ക് ദൈവം തൻ്റെ വഴി വെളിപ്പെടുത്തി കൊടുക്കും. ആ ദൈവ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? താഴ്മ. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല? കടക്കത്തില്ലെന്നാണ്. നിങ്ങൾ ശിശുക്കളെ പോലെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ എന്ത് ചെയ്യണം? താഴ്മപ്പെടണം. അങ്ങനെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. ലോകപ്രകാരം നെകളിച്ച് പോകുന്നവരാണ് വലിയവരെന്ന് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. നെകളിച്ചു പോകുന്നവരല്ല. സ്വർഗത്തിൽ പോലും ദൈവം പിശാചിനെ വെട്ടി താഴെ ഇട്ടതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? നെകളമുണ്ടായി. അവന് ദൈവം എന്ത് ചെയ്തു? വെട്ടി നിലത്തിട്ടു. ഹല്ലേലൂയ. ആ നിലത്തിലെ പൊടിയിൽ നിന്നാണ് മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യരുത്? നെകളിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കർത്താവ് നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നെകളത്തിൻ്റെ ആത്മാവിനാൽ എപ്പോഴും പിശാച് മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും നെകളികളായി ജീവിക്കാൻ എന്ത് ചെയ്യും? ആ പ്രേരണ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാണ്. 5-ാം വാക്യത്തിൽ, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തിൽ ആരിയ്ക്കുന്നു? കർത്താവിരിക്കുന്നു. ഞാൻ എന്നെ എത്രത്തോളം ദൈവവചനത്തിൻ്റെ മുമ്പിൽ താഴ്ത്തുന്നുവോ, അനുസരണത്തിലേക്ക് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നുവോ, അത്രത്തോളം ദൈവാത്മാവിൻ്റെ വാസം എൻ്റെ ഉള്ളത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. കർത്താവ് പറയാണ്, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. അപ്പോൾ ഒരു സഭയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ താഴ്മപ്പെടുന്ന, ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ താഴ്മപ്പെടുന്ന, കൂട്ടായ്മകളിൽ താഴ്മപ്പെടുന്ന, വിനയപ്പെടുന്ന, വചനത്തെ അനുസരിക്കാൻ താഴ്മപ്പെടുന്ന, വിനയപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിൽ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവ് അധിവസിക്കുന്ന മന്ദിരമാണ് ദൈവസഭ. താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഒരു കുഞ്ഞ് മറ്റെന്തിനേക്കാൾ ഏറ്റവും ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് പറ്റിയിരിക്കുന്ന ഒരു അനുഭവം. അതിൽ നിന്നൊരല്പം അകൽച്ച ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്യും? കരയും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ പറ്റിച്ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന, താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ അവരുടെ ഉള്ളത്തിൽ ഉണ്ട്. എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെയാണ് കൈക്കൊള്ളുന്നത്. ആ വ്യക്തിയിൽ ആരിയ്ക്കുന്നു? ദൈവം. എന്നിട്ട് അവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, ഇടർച്ച.
പിശാച് എപ്പോഴും ഇടർച്ച ഉണ്ടാക്കുന്നവനാണ്. പിശാച് ഇടർച്ച ഉണ്ടാക്കുന്നത് ആരോടാണ് ഇടർച്ച ഉണ്ടാക്കുന്നത്? കർത്താവ് വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എന്ത് ചെയ്യും? ഇടർച്ച ഉണ്ടാക്കും. ആ വ്യക്തി ജീവിതത്തിന്റെ ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം ഇടർച്ച ഉണ്ടാകും. ഇവിടെ ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് ഏറ്റവും താഴ്മപ്പെടുന്ന വ്യക്തിയാണ്, വിനയപ്പെടുന്ന വ്യക്തിയാണ്, ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ താഴ്മപ്പെടുന്ന വ്യക്തികളിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ, അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്നാണ് ഇടർച്ച. ഒരു സഭയിൽ താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ കൈക്കൊള്ളുമ്പോൾ ആ കൈക്കൊള്ളുന്നവർ ആരെയാണ് കൈക്കൊള്ളുന്നത്? യേശുവിനെ കൈക്കൊള്ളുന്നു. ഇടർച്ച ഉണ്ടാക്കുന്നത് ആരാണ്? പിശാച. ഇടർച്ച വരുത്തിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിനയ്യോ കഷ്ടം. കാരണം യേശു ഒരു ഉള്ളത്തിൽ വസിക്കത്തക്ക രീതിയിൽ താഴ്മപ്പെടുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയിൽ ഇടർച്ച ഉണ്ടാക്കിയാൽ ലോകത്തോട് സുവിശേഷം അറിയിക്കാൻ ആർക്ക് കഴിയും? ഉള്ളത്തിൽ യേശുവില്ലാതെ എങ്ങനെ സുവിശേഷം മറ്റുള്ളവരോട് പറയും? ഉള്ളത്തിൽ യേശുവില്ലാതെ ഈ അന്ധകാരമുള്ള ലോകത്തിൽ എങ്ങനെ വെളിച്ചത്തെ വെളിപ്പെടുത്തും? സഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ്. ലോകത്തിന്റെ വെളിച്ചമായിട്ട് ദൈവം സഭയാക്കി വെച്ചിരിക്കുമ്പോൾ സഭയിൽ താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിലാണ് ദൈവം തൻ്റെ വെളിച്ചം എന്ത് ചെയ്യുന്നത്? വയ്ക്കുന്നത്. കർത്താവിനെ തന്നെ ആ വ്യക്തി ജീവിതങ്ങളിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വയ്ക്കുന്നത്. അപ്പോൾ സഭയ്ക്കകത്ത് ഇടർച്ചകൾ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഇടർച്ച വന്നാലോ ലോകത്തിലേക്ക് പോകേണ്ടിയ വെളിച്ചം തടസ്സപ്പെടും. അത് ലോകത്തിന് തന്നെ കഷ്ടമാണ്. ഒരു വ്യക്തി ജീവിതം എത്രയും താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഇടർച്ച ഉണ്ടാക്കിയാൽ ലോകത്തിന് നഷ്ടമാണെന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. ലോകത്തിന് ലഭിക്കേണ്ടിയ വെളിച്ചത്തെ എന്ത് ചെയ്യും? ബാധിക്കും. ലോകത്തിന് ലഭിക്കേണ്ടിയ സത്യത്തിനെ എന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ ഇടർച്ച എന്ത് ചെയ്യരുത്? വരുത്തരുതെന്നും, ഇങ്ങനെ ഇടർച്ച വന്നു കഴിഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് കർത്താവ് അങ്ങനെയുള്ള ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് യേശു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ 18-ാമത്തെ അധ്യായം മുഴുവനും. കർത്താവ് പറയുകയാണ്, ഇടർച്ച വരുത്തുന്നവനെ എന്ത് ചെയ്യണം? അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. എന്തോ ഒരു കഠിനമായ ശിക്ഷാവിധിയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. 7-ാം വാക്യത്തിൽ ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം എന്നിട്ട് പറയുകയാണ്, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് എന്താണ്? ആവശ്യമാണ്. പക്ഷെ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. ദൈവസന്നിധിയിൽ നമ്മെ ഓരോരുത്തരെ വിളിക്കുന്നത് താഴ്മയോടുകൂടി എന്ത് ചെയ്യാൻ? ദൈവസന്നിധിയിൽ നടക്കുവാൻ, അല്ലേ? താഴ്മയോടുകൂടി നടക്കാനാണ് ദൈവം നമ്മളോട് എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്നത്. ദൈവം തൻ്റെ വിശ്വസ്തതയ്ക്കൊത്തവണ്ണം നമ്മെ എന്ത് ചെയ്യും? നമ്മെ താഴ്ത്തും. ചില അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ നടത്തുന്നത് താഴ്മയിൽ നിന്ന് താഴ്മയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ? വരുവാനാണ്. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ മഹത്വ സാക്ഷ്യം എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ലോകത്തിന് വെളിപ്പെടുത്തണം. ആ വെളിച്ചത്തെ എന്ത് ചെയ്യണം? പകർന്നു കൊടുക്കാനാണ് നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മപ്പെട്ടിരിക്കുവാൻ തക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നത്? ചില ശിക്ഷണങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ നയിക്കുന്നത്. 8-ാം വാക്യത്തിൽ വരുമ്പോൾ നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ, അപ്പോൾ നമ്മൾ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആർക്കും ഇടർച്ച വരുത്താതിരിക്കും. കൈ എന്തിനാണ് അർത്ഥമാക്കുന്നത്? പ്രവർത്തികൾ. നമ്മുടെ പ്രവർത്തികൾ നിമിത്തം മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ബലഹീനമായ വിശ്വാസികൾ, ദൈവസന്നിധിയിൽ എപ്പോഴും 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 താഴ്മപ്പെട്ടിരിക്കുന്നവർക്ക് നമ്മുടെ പ്രവർത്തികൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. രണ്ടാമെന്ന് പറയുന്ന കാലുകൾ, ജീവിതയാത്ര, നമ്മളുടെ യാത്രകൾ, ആ യാത്രകളിൽ ഉണ്ടാകുന്ന
വീഴ്ചകൾ വരുമ്പോൾ സ്വയനീതീകരണം എന്ത് ചെയ്യും? ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ആ സ്വയനീതീകരണം ശ്രമിക്കുമ്പോൾ താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേലാണ് കുറ്റാരോപണങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പോൾ സ്വന്തമായ ജീവിതത്തിലെ പ്രവൃത്തികളും ജീവിതയാത്രകളിലും വരുന്ന വിഷയങ്ങളെല്ലാം കൊണ്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണങ്ങൾ എന്ത് ചെയ്യരുത്? ചെയ്യാൻ പാടില്ല. അങ്ങനെ നിനക്ക് നിന്റെ കയ്യോ കാലോ മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ കർത്താവോടെ കഠിനമായി പറയുകയാണ്, അതിനെ വെട്ടി എറിഞ്ഞു കളകാണ്. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം എന്നാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് താഴേക്ക് കർത്താവ് ഇത്രയും എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഒറ്റ വാക്യം കൊണ്ട് അവിടെ നിർത്തുന്നില്ല. നിങ്ങൾ ശിശുക്കളെ പോലെ എന്ത് ചെയ്യണം? ആയിത്തീരണം. തന്നെ എന്ത് ചെയ്യണം? താഴ്ത്തണം. അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. അങ്ങനെയുള്ളവർക്ക് ഇടർച്ച എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നവരും എന്ത് ചെയ്യും? ഉണ്ടാകും. ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ താണിരിപ്പാൻ ആഗ്രഹിക്കുന്നവരും ആർക്കും തന്നെ ഇടർച്ച വരുത്താൻ ആഗ്രഹിക്കാത്തവരും എന്ത് ചെയ്യണം? ആയിരിക്കണം. എങ്കിൽ നമുക്ക് നിത്യസ്വർഗം അവകാശമാക്കുവാൻ കഴിയുമെന്ന് വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് എന്ത് ചെയ്യാണ്? പറഞ്ഞു തരികയാണ്. അവിടെ എത്ര സന്തോഷമായിരിക്കും. ഇടർച്ചകളില്ലാതിരിക്കുന്ന ഒരു ആരാധന, ഒരു കൂട്ടായ്മ, ഒരു സഭ എത്ര മനോഹരമായിരിക്കും. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ത് ചെയ്യും? അനുഭവിക്കാൻ കഴിയും. പരസ്പരം താഴ്മപ്പെടുവാനും ദൈവസന്നിധിയിൽ താഴ്മപ്പെടുവാനും ദൈവിക കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ അതനുസരിച്ചു കൊള്ളാനുള്ള സ്വമേധയാലുള്ള സമ്മതത്തോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളായിരുന്നാലും ദൈവം ഏൽപ്പിക്കുന്ന ഏറ്റവും ചെറുത് മുതൽ മുകളിലേക്കുള്ള എന്ത് കാര്യവും അനുസരണത്തോടുകൂടി വിധേയത്വത്തോടുകൂടി താഴ്മയോടുകൂടി ആയിരിക്കാൻ വ്യക്തി ജീവിതങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വർഗമാണ്. അവിടെയാണ് സ്വർഗം. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവിടെ പറഞ്ഞ് 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ, അപ്പോൾ ഇടർച്ച വരുത്തുന്നവർ എവിടെ പോകുന്നതാണ് ഇവിടെ കർത്താവ് പറയുന്നത്? നിത്യമായ നരകാഗ്നിയിലേക്ക് പോകും. ഇടർച്ച വരുത്തുന്നവർക്ക് ദൈവം തമ്പുരാൻ നൽകുന്ന വാണിംഗ് ആണ്. താഴ്മപ്പെട്ടിരിക്കുന്നവരെ, വിനയപ്പെട്ടിരിക്കുന്നവരെ എന്ന് പറയുമ്പോൾ പെരുമാറ്റം കൊണ്ട് താഴ്മ എന്നുള്ളതല്ല. ദൈവരാജ്യം പണിയുന്ന കാര്യത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യട്ടെ. ഒരുവൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ അവൻ എന്ത് ചെയ്യട്ടെ? പ്രസംഗിക്കട്ടെ. പ്രസംഗം കേൾക്കുന്നവൻ ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ് എന്നുള്ള രീതിയിൽ കേൾക്കുന്നവനും എന്ത് ചെയ്യട്ടെ? കേൾക്കട്ടെ. എല്ലാം ചന്തവും ഉചിതവും എന്ത് ചെയ്യട്ടെ? ആയിരിക്കട്ടെ. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ നിങ്ങളുടെ വാക്കുകൾ. ആകാത്ത വാക്കൊന്നും അരുത്. നിങ്ങൾ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും പിതാവാം ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഒരു സഭയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമുക്ക് വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവത്തിനെ മുൻനിർത്തി നമ്മൾ എന്ത് ചെയ്യുക? സംസാരിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തെ മുൻനിർത്തി എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അത് ദൈവത്തിന് പ്രസാദകരമായി തീരും. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. എന്നിട്ട് അതിനുശേഷം പിന്നെ 9-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളകാൻ. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. വളരെ ലളിതമായി മനസ്സിലാവുന്ന രീതിയിലാണ് കർത്താവോടെ പറഞ്ഞു കൊടുക്കുന്നത്. കണ്ണ് ഇടർച്ചയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള കണ്ണുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ത് ചെയ്താലും അവരുടെ കണ്ണിൽ എന്താണ്? കുറ്റമാണ്. കർത്താവ് തന്നെ മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നുണ്ട്, സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവന്റെ കണ്ണിലെ കരടെന്ത് ചെയ്യാൻ? എടുക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ണ് ഇടർച്ചയാണ്.
ഈ ഇടർച്ച ഉണ്ടാക്കുന്നവർ എന്ത് കാര്യങ്ങൾ കണ്ടാലും അതിനകത്ത് വിമർശനം എന്ത് ചെയ്യും? ഉണ്ടാവും. വിമർശന ബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. കുറ്റാരോപണങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഈ കുറ്റാരോപണങ്ങൾ ഒരിക്കലും അതൊരു ഡിവൈനായിട്ടുള്ള കാര്യങ്ങളല്ല. കർത്താവ് ക്ഷമിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വചനത്തിലൂടെയല്ല നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യണം? രൂപീകരിക്കപ്പെടേണ്ട കാര്യമാണ്. സ്വഭാവ രൂപീകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ, ദൈവസഭയിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ, സകല കാര്യത്തിലും ജീവിതത്തെ എന്ത് ചെയ്യണം? താഴ്മപ്പെടുത്തി കൊടുക്കണം. ഇവിടെ നമ്മൾ ഇപ്പൊ ചിന്തിച്ച വാക്യത്തിൽ നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായ, അപ്പോൾ ഇവിടെ ഇടർച്ച ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ്? നിഗളമുള്ളവർ. ആർക്കെതിരെയാണ് ഇടർച്ച ഉണ്ടാക്കുന്നത്? താഴ്മപ്പെടുന്നവര്. താഴ്മപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ കുറ്റം പറയാനായിട്ട് ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യും? ഉണ്ടാവും. അങ്ങനെ കണ്ണ് ഇടർച്ചയാണെങ്കിൽ ആ കണ്ണിന് എന്ത് ചെയ്യുക? ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി നിത്യനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണുന്ന കണ്ണാണെങ്കിൽ കർത്താവ് പറയുന്ന ന്യായവിധി എന്താണ്? നിത്യനരകമെന്ന ന്യായവിധിയാണ്. എന്ത് കണ്ടാലും കുറ്റം മാത്രം പറഞ്ഞ് നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഓർത്തു കൊള്ളണം. നിത്യനരകത്തിലേക്ക് പോകാനുള്ള കണ്ണും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. എന്നിട്ട് 10-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇവിടെ പറയുന്ന ഈ ചെറിയവരിൽ എന്ന് പറയുന്നത് ആരാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി താണിരിക്കുന്ന, അനുസരണത്തോടെ താണിരിക്കുന്ന, ദൈവം തമ്പുരാൻ പറയുന്ന ഓരോ കാര്യങ്ങളും താഴ്മയോടുകൂടി ഏറ്റെടുത്ത്, കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത്, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, കർത്താവിനോട് കൂടെ നടക്കുന്ന, കൂടെ ഇരിക്കുന്ന, താഴ്മപ്പെടുന്ന വ്യക്തിയിൽ ഇടർച്ച വരാതിരിക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിപ്പാൻ. നേരത്തെ പറഞ്ഞ പദം എന്താണ്? ഇടർച്ച വരുത്തുന്ന കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം എന്താണ്? തുച്ഛീകരിക്കുക. ദൈവം ഒരു സഭയിൽ നോക്കുമ്പോൾ ലോകപ്രകാരമായിട്ടുള്ള കണ്ണിലൂടെയല്ല കർത്താവ് സഭയെ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. ആ സഭയിലെ ഏറ്റവും വിനയപ്പെടുന്ന, താഴ്മപ്പെടുന്ന, ദൈവസന്നിധിയിൽ താണിരിക്കുന്ന, അനുസരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ കർത്താവ് നോക്കും. അവരാണ് കർത്താവിന് വിലപ്പെട്ടവർ. അങ്ങനെ വിലപ്പെട്ടവരെ മനുഷ്യരെന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കുന്നു. അവരുടെ ജീവിതത്തെ അവരെന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കും. അവരെ എളിമപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? തുച്ഛീകരിക്കും. കർത്താവിൻ്റെ വഴി മാത്രമാണ് അവർക്ക് ലക്ഷ്യം. കർത്താവിൻ്റെ ഹിതം മാത്രമാണ് അവർക്ക് ലക്ഷ്യം. കർത്താവിനെ അനുസരിക്കുന്നതിലൂടെയാണ് അവർ രസിക്കുന്നത്. അങ്ങനെയുള്ള ദൈവമക്കളെ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കാൻ പാടില്ല. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നത്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ദൂതഗണങ്ങളെ ദൈവം അയക്കണമെങ്കിൽ അതിനുള്ള മാർഗം താഴ്മപ്പെട്ടിരിക്കുക എന്നുള്ള. താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം എന്ത് നൽകും? ദൂതന്മാരെ നൽകും. എത്ര ശ്രേഷ്ഠമായ പദവിയാണ്! മനുഷ്യരുടെ കണ്ണിൽ നോക്കുമ്പോൾ ഈ താഴ്മപ്പെട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ വെറും സാധുക്കളായിട്ടുള്ളവരായിരിക്കും. ലോകപ്രകാരം നോക്കുമ്പോൾ അവർക്ക് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യത്തില്ല, കാണണമെന്നില്ല. പിന്നെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉള്ളവർ താഴ്മയില്ലാത്തവർ എന്നുള്ളതല്ല, അതൊരു സ്വഭാവ രീതിയാണ്. ആ സ്വഭാവ രീതി ഉള്ള ആർക്കായിരുന്നാലും ദൈവം എന്ത് ചെയ്യും? ദൂതന്മാരെ കാവലാക്കും. അല്ലാതെ ചുമ്മാതെ ദൈവം എല്ലാവർക്കും എന്ത് ചെയ്യുന്നില്ല? ദൂതന്മാരെ എന്ത് ചെയ്യുന്നില്ല? കൊടുക്കുന്നില്ല. എനിക്ക് ദൂതന്മാരെ കാവലായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യണം? അനുസരണത്തോടെ, താഴ്മയോടെ എന്ത് ചെയ്യണം? ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം ദൂതന്മാരെ എന്ത് ചെയ്യും? അയക്കും. അപ്പോൾ താഴ്മപ്പെടുന്ന വ്യക്തികളെ തുച്ഛീകരിപ്പാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം അവരുടെ ദൂതന്മാർ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എന്ത് ചെയ്യുന്നു? കാണുന്നു. 12-ാം വാക്യം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ.
അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 100 എണ്ണത്തിൽ 1 എണ്ണം എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയതിനെ മടക്കി കിട്ടുമ്പോൾ 99 പേരും കൂടെ ഇരുന്നുകൊണ്ടുള്ള സന്തോഷത്തിനേക്കാൾ തെറ്റിപ്പോയ വ്യക്തി മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വരുന്ന വ്യക്തിയെക്കുറിച്ച് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പോകുന്നവർ മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വന്നവൻ നിമിത്തം ബാക്കി എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം ശ്രേഷ്ഠതയുള്ള ഒരു സന്തോഷമായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. 14 വാക്യം, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നെഗളത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ താഴ്മപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നു? തകർക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് ഇവിടെ പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പോൾ താഴ്മപ്പെടുന്ന ശിശുക്കളെ പോലെ നിഷ്കളങ്കമായ മനസ്സുള്ള ആൾക്കാരെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? അവൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയത്തക്ക രീതിയിൽ പെരുമാറുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. 15 വാക്യം, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ. അപ്പോൾ ഇവിടെ രണ്ടുപേർ തമ്മിലുള്ളൊരു പ്രശ്നമാണ്. നിന്റെ സഹോദരൻ എന്നവിടെ പറയുമ്പോൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന്, ഒരേ പാത്രത്തിൽ നിന്ന് രക്തവും മാംസവുമായി യേശുവിൻ്റെ മേശയിൽ നിന്ന് പാനം ചെയ്യുന്ന സഹോദരന്മാരുടെ കാര്യമാണ് പറയുന്നത്. സഹോദരന്മാരായിരുന്നാലും സഹോദരിമാരായിരുന്നാലും നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? പിഴച്ചു. താഴ്മപ്പെടുന്ന വ്യക്തിക്കെതിരെ ചില വ്യക്തി ജീവിതങ്ങൾ അവരെന്ത് ചെയ്തു? അവർക്ക് തടസ്സമുണ്ടാക്കി. ദൈവസന്നിധിയിൽ ദൈവത്തെ അനുസരിക്കാനോ കൽപ്പന പ്രമാണിച്ച് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആരാധിച്ച് ദൈവം ഏൽപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ ദൗത്യവുമായി സുവിശേഷവും അറിയിച്ച് ആത്മാക്കളെ നേടി ദൈവത്തിൻ്റെ വഴി മാത്രമാണ് അവർക്ക് പ്രധാനം. മറ്റൊരു കാര്യം അവർക്ക് എന്തല്ല, പ്രാധാന്യമുള്ളതല്ല. ഒരു കാര്യത്തിലും പരാതിയില്ല, പിണക്കവുമില്ല, പരിഭവമില്ല. ദൈവം 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 മാത്രമാണ് അവരുടെ വിഷയം. അങ്ങനെയുള്ളൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഇതുപോലെ ഇടർച്ച എന്ത് ചെയ്തു? ഉണ്ടാക്കി പിഴച്ചു കഴിഞ്ഞാൽ നീ ചെന്ന് നീ അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. ഇവിടെ രണ്ട് വ്യക്തി ജീവിതങ്ങൾക്കും കുഴപ്പം എന്ത് ചെയ്യാം? ഉണ്ടാകാം. ഇപ്പൊ താഴ്മപ്പെട്ടിരിക്കുന്ന വ്യക്തിക്കും പ്രയാസം എന്ത് ചെയ്യാം? ഉണ്ടാകാം. ഈ ഇടർച്ച വരുത്തുന്നവനും എന്തുണ്ടാവും? പ്രശ്നമാണ്. ഭൂരിഭാഗവും ഇടർച്ച വരുത്തുന്നവരാണ് എന്ത് ചെയ്യുന്നത്? അകന്നു നിൽക്കുന്നു. ഇടർച്ച വരുത്തിയിട്ട് അവരെന്ത് ചെയ്യും? അകന്നു നിൽക്കും. ഈ അകന്നു നിൽക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ സഹോദരൻ നിന്നോട് പഴച്ചാൽ നീ ചെന്ന് നീ അവന് മാത്രം ഉള്ളപ്പോൾ കുറ്റം അവൻ എന്ത് ചെയ്യണം? ബോധം വരുത്തുക, കുറ്റം ബോധപ്പെടുത്തുക. ഈ ഇടർച്ചകൾ ഉണ്ടാക്കുമ്പോൾ ആ കാരണം ഈ എത്ര ബോധ്യപ്പെടുത്തിയാലും ഇടർച്ച ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടാവില്ല? ബോധം ഉണ്ടാവില്ല. ബോധ്യം ഉണ്ടാക്കുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരൻ എന്ത് ചെയ്തു? നേടി. സഭയ്ക്ക് പുറത്തുള്ള ആൾക്കാരോട് സുവിശേഷം അറിയിക്കേണ്ടിയ വലിയൊരു ദൗത്യമുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും പ്രോബ്ലമാണ് സഭയ്ക്ക് അകത്ത് തന്നെ എന്തുണ്ട്? താഴ്മപ്പെടുന്നവരുമുണ്ട്, ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ട്. ഈ ഇടർച്ച ഉണ്ടാക്കുന്നവനെ എന്ത് ചെയ്യണം? നേടണം. അവനെ നേടിയേ പറ്റൂ. ഇപ്പൊ പുറത്തുള്ള ആൾക്കാരെ നേടുന്ന കാര്യമല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞത് ഇടർച്ച ഉണ്ടാക്കുന്ന വ്യക്തിയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവനെ എന്ത് ചെയ്യണം? നേടണം. അപ്പൊ ഈ താഴ്മയുള്ളവൻ തന്നെയാണ് ഈ ഇടർച്ച ഉണ്ടാക്കിയവനെ നേടാനായിട്ട് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അപ്പോൾ കുറ്റം അവന് ബോധ്യം വന്നാൽ, അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ എന്ത് ചെയ്തു? നീ നേടി. രണ്ടാമത്തെ കാര്യം 16 വാക്യത്തിൽ, കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാക്കേണ്ടുന്നതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക.
അപ്പോൾ ഇവിടെ പറയുന്ന 1-2 പേരെ കൂടെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടുപോയി അവരെന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കി മടക്കി കൊണ്ടുവരണം. ഹല്ലേലൂയ. അവരെ കൂട്ടാക്കാഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ ഭാഗം ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യും? കേൾക്കാനേ താല്പര്യമില്ല. ഈ ഇടർച്ച ഉണ്ടാക്കുന്നവരുടെ ഒരു പ്രോബ്ലമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാനേ എന്തല്ല, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആ സംസാരം കേൾക്കാനേ അവർക്ക് എന്തല്ല, താല്പര്യമല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ കൂട്ടാക്കത്തില്ല. എന്തൊക്കെയോ കടന്ന് എന്ത് ചെയ്യുന്നു? പൊലമ്പുന്നു, ചെലമ്പുന്നു. ഞാനിതൊന്നും കേൾക്കേണ്ട ആവശ്യം ഇല്ല. രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ 2 കൈയും 2 കാലും കൊണ്ട് നരകത്തെ പോകുന്നതിനെക്കാട്ടിലും 1 കൈയും 1 കാലും കൊണ്ട് എന്ത് ചെയ്യട്ടെ? നിത്യസ്വർഗത്തിലേക്ക് കടക്കട്ടെ. 2 കണ്ണും കൊണ്ട് നരകത്തിൽ പോകുന്നതിനെക്കാട്ടിലും 1 കണ്ണുള്ളവനായിട്ട് എന്ത് ചെയ്യട്ടെ? സ്വർഗത്തിൽ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ, ഈ പുറകെ നടന്ന ആ വ്യക്തിയും കൂടെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അവരറിയുന്നില്ല സകലതുമായിട്ട് നരകത്തിൽ പോകാനാണ് എന്ത് ചെയ്യുന്നത്? ഈ പിണക്കത്തിന്റെ യാത്ര എന്ത് ചെയ്യുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ കർത്താവിന്റെ വാക്ക് എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല, കൂട്ടാക്കത്തുമില്ല. 16 വാക്യം, 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടുന്നതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് എന്ത് ചെയ്യുക? അറിയിക്കുക. ഒത്തിരി ആൾക്കാരുണ്ട് സഭയോട് ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, അറിയിക്കത്തില്ല. തന്നെത്താനെ കാര്യങ്ങൾ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. ഒരു കാര്യവും സഭ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇതെല്ലാം വഷളായി കഴിയുമ്പോഴാണ് സഭ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. പ്രാക്ടിക്കലാണ് കേട്ടോ ഈ കാര്യങ്ങൾ. നമുക്കിപ്പോൾ അത്ഭുത സൗഖ്യമോ അത്ഭുത വിടുതലോ അനുഗ്രഹമോ ഉയർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. സ്വർഗരാജ്യത്തിൽ പോകേണ്ടിയ കാര്യമാണ്. കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നത് പൊട്ടത്തര ചോദ്യങ്ങളല്ല. സ്വർഗരാജ്യത്തിൽ എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ള ചോദ്യം, സ്വർഗരാജ്യത്തിൽ വലിയവനാണ് ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴമ്പുള്ള ചോദ്യം ചോദിക്കാനും താല്പര്യമില്ല. കഴമ്പുള്ള ചോദ്യങ്ങൾക്ക് കർത്താവ് എന്താണ് ഉത്തരം പറയുന്നത് എന്നുള്ള കാര്യം കേൾക്കാനും എന്തില്ല, താല്പര്യമില്ല. അവർക്ക് അവരുടെ കാര്യം എന്ത് ചെയ്യണം, നടക്കണം. സ്വർഗരാജ്യം അവർക്ക് എന്തല്ല, വിഷയമല്ല. അതിനകത്ത് കടക്കേണ്ടിയ കാര്യം എന്താണെന്നും അവർക്കറിയാൻ പൊതുവെ താല്പര്യമില്ല. അത് അപ്പോഴല്ലേ. ഇവിടെ കർത്താവ് പറയുന്ന നിത്യാഗ്നിയിൽ പോകും. ഇടർച്ച ഉണ്ടാകുന്നവൻ അയ്യോ കഷ്ടം. താഴ്മപ്പെട്ടിരിക്കുവാൻ ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത് താഴ്മയാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഏറ്റവും താഴ്മപ്പെടുത്തി ഏൽപ്പിക്കുന്ന വ്യക്തി, ദൈവം ഏൽപ്പിക്കുന്ന ഓരോ ശുശ്രൂഷകളെയും അനുസരണത്തോടുകൂടി ഏറ്റവും താഴ്മപ്പെടുന്ന വ്യക്തി സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അവർക്ക് ദൈവം പ്രത്യേകിച്ച് ദൂതന്മാരെ കാവലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നവൻ സൂക്ഷിച്ചോണം. ഈ താഴ്മപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ലോകപ്രകാരം ഒരു വ്യക്തി പോലും ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷേ സ്വർഗത്തിലെ ദൂതന്മാർ അവർക്ക് ചുറ്റും എന്തുണ്ട്, കാവലായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ താഴ്മപ്പെടുന്ന വ്യക്തിയെ താഴ്മപ്പെടുത്താനല്ല ഇവിടെ പാട്, ഇടർച്ച ഉണ്ടാക്കുന്നവരെ ക്രമപ്പെടുത്തി എടുക്കാനാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്. ഈ ഇടർച്ച ഉണ്ടാക്കിയവനെ നേടാനായിട്ട് പോകുന്ന വ്യക്തി ആരാണ്? ഈ താഴ്മപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പോകുന്നത്. പ്രാക്ടിക്കൽ കാര്യമാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വരണമെങ്കിൽ എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യണം, താഴ്മപ്പെടുകയും ഇടർച്ചയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്തു പോവുകയും ചെയ്യണമെന്നുള്ള. അപ്പോൾ സഭയെ അറിയിക്കാനാണ്. ഹല്ലേലൂയ. സഭയെ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. ഈ മറച്ചു വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എന്ത് ചെയ്യും, വഷളാവും. സഭയെ അറിയിക്കുക. സഭയെ കൂട്ടാക്കാൻ ഞാൻ കണ്ടോ, ഈ ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. സഭ എന്ത് ചെയ്യത്തില്ല, എന്ത് പറഞ്ഞാലും സഭ എന്ത് ചെയ്യത്തില്ല, അവർ കൂട്ടാക്കത്തില്ല. അവർക്ക് ആ സഭയും ഒരു പ്രശ്നമല്ല. പ്രിയമുള്ളവരെ, കർത്താവ് വരുന്നത് സഭയെ ചേർക്കാനാണ്, വീട്ടിലിരിക്കുന്നവരെ ചേർക്കാനല്ല, തോന്നിയതുപോലെ പോകുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. യേശു എന്ന് വിളിക്കുന്നവരെ ചേർത്തുകൊണ്ട് പോകാനുമല്ല. കർത്താവ് വരുന്നത് തന്റെ മണവാട്ടി സഭയെ ചേർത്തുകൊണ്ടാണ്. ആ മണവാട്ടി സഭയ്ക്കകത്ത് എന്ത് ചെയ്യണം, ഓരോ വചനങ്ങൾക്കും നമ്മൾ യഥാസ്ഥാനപ്പെട്ട് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരണത്തോടെ, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ കർത്താവിന്റെ വരവിന് കാത്തിരിക്കുന്ന മണവാട്ടി സഭയെ കർത്താവിന്റെയും കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ഇവിടെ
ദൈവത്തിന്റെ സഭയെ പോലും എന്ത് ചെയ്യുന്നു? കൂട്ടാക്കുന്നില്ല. അങ്ങനെ കൂട്ടാക്കാഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യമാണ് കേട്ടോ, അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. എങ്ങനെ കണ്ടാ മതി? പുറംജാതിക്കാരനെ പോലെ ചുങ്കക്കാരനെ പോലെ എന്ത് ചെയ്താൽ മതി? കണ്ടാ മതി. 18-ാം വാക്യം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾ ഭൂമിയിൽ എടുക്കുന്ന തീരുമാനം കണ്ടോ? അപ്പൊ സഭയ്ക്ക് ദൈവം എന്ത് കൊടുത്തിരിക്കുന്നു? സ്വർഗത്തെ, ആമേൻ, ഏറ്റവും പരമോന്നത അധികാരമായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നു? തീരുമാന സ്വാതന്ത്ര്യം ആർക്ക് കൊടുക്കുന്നു? സഭയ്ക്ക് കൊടുക്കുന്നു. തീരുമാന സ്വാതന്ത്ര്യം സഭയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. അപ്പൊ ആക്ഷൻ എടുക്കാൻ ദൈവസഭയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആക്ഷൻ? പുറംജാതിക്കാരനെ പോലെ എന്ത് ചെയ്താൽ മതി? കണ്ടാ മതി. ചുങ്കക്കാരനെ പോലെ എന്ത് ചെയ്താൽ മതി? കണ്ടാ മതി. ഇടച്ച ഉണ്ടാക്കിയവരെ കാര്യമാണ്. എന്നിട്ട് തൊട്ടടുത്ത് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം എന്താണ്? സഭയ്ക്ക് മനഃപൂർവ്വമായിട്ട് ക്ഷമിച്ചു കൊടുക്കാനും എന്ത് ചെയ്യും? നിങ്ങൾ ഇത് അഴിച്ചാൽ ചുങ്കക്കാരനെ പോലെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പുറംജാതിക്കാരനെ പോലെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്തു? അത് ക്ഷമിച്ചു കൊടുത്തു. ഇടച്ച ഉണ്ടാക്കിയവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു കൊടുത്താൽ ദൈവവും എന്ത് ചെയ്യും? ക്ഷമിച്ചു കൊടുക്കും. ഇത് ഏത് ചൂസ് ചെയ്യും? ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്ന അവൻ ഇനി നമുക്കെന്താണ്? പുറംജാതിക്കാരനാണ്, ചുങ്കക്കാരനാണ്. കാരണം വചനം അത് പറയുന്നുണ്ടല്ലോ, നിങ്ങളെടുത്ത തീരുമാനം സ്വർഗം എന്ത് ചെയ്യും? സ്വീകരിക്കും. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ എന്ത് ചെയ്യും? അഴിഞ്ഞിരിക്കും. ഭൂമിയിൽ അഴിഞ്ഞിരിക്കുന്ന ഞാൻ മനഃപൂർവ്വമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം അത് സ്വീകരിക്കും. ഇതിൽ ഏറ്റവും ഘനമേറിയത് ഏതാണ്? തള്ളിക്കളയുന്നതാണോ ഘനമുള്ളത്? നമ്മൾ ക്ഷമിച്ച് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണോ ഘനമുള്ളത്? നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നതാണ്. കർത്താവ് അരിമനാഥൻ അതെന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ വാക്യമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കും വേണമെങ്കിൽ. നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും, ഏത് കാര്യം ആയിക്കോട്ടെ, ഐകമത്യപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് നിങ്ങൾക്ക് തരും. സംഭവം എന്ത് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയാതെ ഇവ എന്തോ കാര്യം സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണ്. ആ സ്വപ്നം കണ്ട കാര്യങ്ങൾ കർത്താവ് തരുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ആത്മാവിൽ. ഇവിടെ രണ്ടുപേർ ഐകമത്യപ്പെടുന്ന എന്ത് കാര്യത്തിനാണ്? ഇടർച്ച ഉണ്ടാക്കിയവൻ നരാഗ്നിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. അവനെ ചുങ്കക്കാരനെ പോലെ കളയാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. പുറംജാതിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതി കളയാൻ പറ്റത്തില്ല. കർത്താവ് വകുപ്പ് വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീരുമാനിക്കാം. 16-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പത്രോസിനോട് പറയുന്ന കാര്യമാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അതേ കാര്യം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കർത്താവ് 18-ാമത്തെ അധ്യായത്തിലും പറയുന്നു. തീരുമാന സ്വാതന്ത്ര്യം വരുമ്പോൾ ഏത് ചൂസ് ചെയ്യും? കർത്താവ് ഇവിടെ ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങളിൽ രണ്ടുപേർ. ഇവിടെ പറയുന്ന നിങ്ങളിൽ രണ്ടുപേർ എന്ന് പറയുന്ന ആരാണ്? ഈ ഇടർച്ച ഉണ്ടാക്കിയ വ്യക്തിയെ തിരിച്ചു മടക്കി തിരുത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ടുപേർ, സഭയിലെ രണ്ടുപേർ എന്ത് ചെയ്തു? ആ വ്യക്തിയോട് മടക്കി പിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുക. നടക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല, വാക്ക് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് എന്ന് പറഞ്ഞ്, ഈ അത് എന്ന് പറഞ്ഞ എന്താണ്? നിരപ്പ് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ തമ്മിൽ എന്തുണ്ടാവണം? നിരപ്പുണ്ടാവണം. അതിനെയാണ് ഇവിടെ പറയുന്ന അത് എന്ന് പറയുന്നത്. പാപക്ഷമ എന്ത് ചെയ്യണം? ഉണ്ടാകണം.
ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തി ജീവിതങ്ങൾക്കിടയിൽ എന്തുണ്ടാകണം? നിരപ്പുണ്ടാകണം. അവരുടെ ഇടയിൽ ഉണ്ടായ പാപം എന്ത് ചെയ്യണം? ക്ഷമിക്കപ്പെടണം. ഐകമത്യപ്പെട്ട് രണ്ടുപേർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നീ നേടും. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉള്ള എന്തെങ്കിലും കാര്യം എന്ത് ചെയ്യണം? കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ജയിക്കുന്നത് ആരെയാണ്? പിശാചിനെ. നിത്യ നരകാഗ്നിയിൽ പോകാനുള്ളവനെ ആത്മാവിൻ്റെ ഐക്യതയിൽ പ്രാർത്ഥിച്ചാൽ നിരപ്പെന്ത് ചെയ്യും? ഉണ്ടാകും. പാപക്ഷമ ദൈവം എന്ത് ചെയ്യും? കൊടുക്കും. ഒരു പാപിയെ നീ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ കൂടെ കർത്താവ് എന്ത് ചെയ്യും? ക്ഷമിച്ചു തരുമെന്ന്. നമ്മളും നരകത്തിൽ പോകത്തില്ല, അവനും എന്ത് ചെയ്യത്തില്ല? നരകത്തിൽ പോകത്തില്ല. നിങ്ങൾ ഏത് ഈ കാര്യത്തിൽ തിരഞ്ഞെടുക്കും? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ആദ്യത്തെ പകുതി അതാണോ ഏറ്റെടുക്കാൻ പോകുന്നത്? രണ്ടാം പകുതി നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ എന്ത് ചെയ്യും? അത് അഴിഞ്ഞിരിക്കും. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കാണപ്പെടേണ്ടുന്ന കാര്യം എന്താണ്? നിങ്ങളിൽ രണ്ടുപേർ ഐകമത്യപ്പെട്ടുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. എന്ത് ലഭിക്കും? തെറ്റിപ്പോയ സഹോദരനെ ലഭിക്കും. ഇതിനെടുത്ത് വെച്ചുകൊണ്ട് പറയാം, നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിൽ ഐകമത്യപ്പെട്ടാൽ അത് എന്ന് പറയുമ്പോൾ ഇവൻ വേറെ എന്തോ കാര്യമാണ് പറയുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഈ അവർക്ക് ലഭിക്കുന്നത് ആരെയാണ് ലഭിക്കുന്നത്? ഇടർച്ച വരുത്തിയവനെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പിടിക്കാൻ പറ്റും. പ്രാർത്ഥനയുടെ ശക്തി അവിടെയാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഈ വാക്യം എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി മേളിലോട്ടുള്ള കാര്യം ഒന്നും അറിയാതെ ഇവർ കൂടി വരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഭൗമികമായ ചില അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രസംഗിക്കുന്നവനും പ്രസംഗിക്കുന്നതാണ്, 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടെന്ന് കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇന്ന് കർത്താവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാഴയ്ക്കപ്പം കിട്ടും, ബജി കിട്ടും, ഉള്ളിവട കിട്ടും, യേശു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് പറയും പപ്സ് കിട്ടും, സമോസ കിട്ടും, കട്ട്ലറ്റ് കിട്ടും. അതിനെക്കാട്ടിലും വലിയ ആൾക്കാർ വരണ കൂട്ടായ്മയിൽ 2-3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവ് വന്നിട്ടുണ്ട്, ബർഗർ കിട്ടും. കാര്യം അവർ വലിയ സംഭവങ്ങളിൽ വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ പരിപ്പോടയും വാഴക്കപ്പയും പറഞ്ഞാലൊന്നും അവർക്ക് എന്ത് ചെയ്യത്തില്ല, അവർക്കത് പറ്റത്തില്ല. കോട്ട് സൂട്ടൊക്കെ ഇട്ട് കാലിമേ കാലൊക്കെ ഇട്ട് ദൈവസന്നിധി പോലും ഷൂ പോലും എന്ത് ചെയ്യത്തില്ല, അഴിച്ചിടത്തില്ല. സഹോദരിമാർ തലയിൽ ഷോൾ പോലും എന്ത് ചെയ്യത്തില്ല, ഇടത്തില്ല. അവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നവനും കോട്ട് സൂട്ട് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അവനും പറയുന്നത് എന്താണ്? ബർഗർ കിട്ടും, കബാബ് കിട്ടും, KFC കിട്ടും. ഈ 3 വ്യാപരിക്കുന്ന ആത്മാവൊന്ന്. സ്വർഗരാജ്യത്തിന്റെ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതിനകത്ത് 2 ക്യാരക്ടറാണ്. താഴ്മപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളും ഇടർച്ച ഉണ്ടാക്കുന്നതും. രണ്ടുപേരും ഒരു ഹാർമോണിയായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സഭയിൽ പരസ്പരം ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പൊറുക്കുന്ന, നിരക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആത്മാവിൻ്റെ ആരാധനയുടെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. 99 പേർ ചേർന്ന് ഒരുമിച്ച് ആരാധിക്കുന്നതിനേക്കാൾ പ്രശ്നക്കാരൻ, പ്രശ്നം ഉണ്ടാക്കിപ്പോയവൻ, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വരുമ്പോൾ ആ മടങ്ങി വന്ന വ്യക്തി നിമിത്തം സന്തോഷം ഉണ്ടാവും. അങ്ങനെയുള്ള പിന്മാറ്റത്തിൽ പോയവരോ ഇറങ്ങിപ്പോയവരോ പിണങ്ങിപ്പോയവരോ ഏത് രീതിയിലുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിലും ആ വ്യക്തിയെ മടക്കി കൊണ്ടുവരുവാൻ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്ന് പറഞ്ഞാൽ സഭയിൽ മാത്രമല്ല, അങ്ങനെയുള്ളൊരു നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഒരു ഡിസ്കഷൻ നിങ്ങൾ എവിടെ വച്ചാലും അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. മനസ്സിലാവുന്നു? 18-ാമത്തെ അധ്യായത്തിലെ ഇന്ന വാക്യത്തിൽ കർത്താവ് പറയുന്നു, 2-3 പേർ കൂടിയെന്നയുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങോട്ടോ പോവുകയാണ്. താഴ്മയുള്ളവന് താഴ്മപ്പെട്ടിരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഇടർച്ച ഉണ്ടാക്കുന്നത് ഇടർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ 2 രീതിയിലൂടെ സഭയിൽ സ്വർഗീയ സന്തോഷം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ സ്വർഗീയ സന്തോഷത്തിൽ
ജനത്തെ മടക്കി കൊണ്ടുവരുവാനും യഥാസ്ഥാനപ്പെടുവാനും സ്വർഗരാജ്യത്തിലെ ആ മാഹാത്മ്യം താഴ്മയിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നും ഇടർച്ചയുള്ളവനെ പോലും മടക്കി കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും കഴിയുമെന്നും ദൈവവചനം നമ്മെ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നു. ആ കാര്യത്തിൻ്റെ നടുവിൽ ഞാനുണ്ട്. കാരണം ഭൂമിയിൽ ഇനി എങ്ങനെയൊക്കെ നോക്കിയാലും ഇടർച്ചകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. അത് തീർക്കണമെങ്കിൽ കർത്താവ് എന്ത് ചെയ്തേ പറ്റൂ, വന്നേ പറ്റൂ. ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള സഭകളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ഇടർച്ചകളുടെ മേളയാണ്. കാരണം എന്താണ്? അതിൻ്റെ മധ്യത്തിൽ ആരില്ല? കർത്താവില്ല. കർത്താവ് വന്നാൽ കർത്താവ് പറഞ്ഞു, ഈ വിഷയം പരിഹരിക്കാൻ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്, അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റ് എറ്റേണിറ്റി, ഫ്യൂച്ചർ എറ്റേണിറ്റി രണ്ടുമുണ്ട്. യേശുവെ ഇല്ലാതെ ഒരു എറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ നരകമാണ്. നമ്മുടെ പാസ്റ്റ് നമ്മൾ കർത്താവിനെ കൂടാതെ ആണെങ്കിൽ നമ്മൾ നിത്യമായ നരകാഗ്നി പോകാനുള്ളത്. ഇവിടെ ഇടർച്ച ഉണ്ടാക്കുന്നവന് കൂടിയാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ നടുവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. മുൻപിലോട്ട് പോകാൻ, മുമ്പിലോട്ടുള്ള എറ്റേണിറ്റി തീരുമാനിക്കുന്നത് കർത്താവാണ്. താഴ്മപ്പെടുന്നവൻ്റെ ആയിരുന്നാലും ഇടർച്ച ഉണ്ടാക്കുന്നവൻ്റെ ആയിരുന്നാലും എറ്റേണിറ്റി തീരുമാനിക്കുന്നത് ക്രിസ്തുവാണ്. അതിൻ്റെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എറ്റേണിറ്റി നിനക്ക് ആവശ്യമാണെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ എന്ത് ചെയ്തേ പറ്റൂ, ക്രമപ്പെട്ടേ പറ്റൂ, അനുതപിച്ചേ പറ്റൂ, മാനസാന്തരപ്പെട്ടേ പറ്റൂ, മടങ്ങി വന്നേ പറ്റൂ. ഇല്ലാത്ത പക്ഷം എറ്റേണിറ്റിയെ ബാധിക്കും. ഗ്ലോറി ടു ഗോഡ്. ഇടർച്ചകളും പിണക്കങ്ങളും ദൈവസഭയിൽ വെച്ച് സഹോദരൻ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, കർത്തൃമേശ എടുക്കുന്ന സഹോദരന്മാർ. ഒരാൾ നിത്യനരകം എന്ന എറ്റേണിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു, പോകേണ്ട കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിനക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ നിന്റെ ഫ്യൂച്ചർ എറ്റേണിറ്റി എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോകരുത്. അതിൻ്റെ മധ്യത്തിൽ, കാരണം തൊട്ട് നേരത്തെ കർത്താവ് അവിടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ നിത്യാഗ്നിയിൽ എന്ത് ചെയ്യും, പോകും. നിത്യാഗ്നിയിൽ പോകുമെന്നുള്ള വാണിംഗ് കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, അവൻ പോകാൻ പാടില്ല. പോകാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ അതിന് ക്രമമുണ്ടാകേണ്ടുന്നതിന് നിങ്ങൾ കൂടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ വരും ആദ്യം. യേശു പറഞ്ഞ കാര്യം. ഹല്ലേലൂയ. താഴ്മപ്പെടുന്നവർക്ക് മാത്രമുള്ളതാണ് എന്ത്, സ്വർഗരാജ്യം. പക്ഷെ ഇവിടെ യേശു പറഞ്ഞ എന്താണ്? നെഗളിച്ചു പോയവനും പിന്മാറിയവനും ഇടർച്ച ഉണ്ടാക്കിയവനും അവനും എറ്റേണിറ്റിയിൽ എന്ത് ചെയ്യാം, കടക്കാം. കാരണം പാസ്റ്റ് എറ്റേണിറ്റിയിൽ ക്രിസ്തു ഇല്ല, ഫ്യൂച്ചർ എറ്റേണിറ്റിയിൽ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിടക്കാം. പഴയ കാലത്തിൽ എന്താണ്? കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, കാലിന് കാലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇടർച്ച ഉണ്ടാക്കിയാൽ അത് ചെയ്യാം. പക്ഷെ ഇപ്പോൾ കർത്താവ് അതിനെ മാറ്റിയിട്ട് പറയുന്നു, നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ട്, നിനക്കും എന്ത് ചെയ്യാം, മടങ്ങി വരാം, നിനക്കും പാപമോചനം എന്ത് ചെയ്യാം, പ്രാപിക്കാം, നിനക്കും നിത്യ നരക അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ഫ്യൂച്ചർ എറ്റേണിറ്റി ക്രിസ്തുവിലൂടെ നിനക്കും എന്ത് ചെയ്യാം, പ്രാപിക്കാം. മടങ്ങി വരിക. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ശിഷ്യന്മാർക്ക് കാര്യം ബോധ്യം. ഇന്നത്തെ വിശ്വാസികൾക്കാണ് കാര്യം ബോധ്യമാകത്തത്. 18 അധ്യായം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാണ്, ഒറ്റ കാര്യമുള്ളൂ, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനുണ്ട്. എന്നിട്ട് തൊട്ട് മേളത്തെ കാര്യം മനസ്സിലാവും, നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഏതോ വഴിയും കൂടെ എന്ത് ചെയ്യണം, അങ്ങ് പോകും. ഇവിടെ പത്രോസിന് കാര്യം ബോധ്യമായി. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്ന് ചോദിച്ച ആളാരാണ്? പത്രോസ്. കർത്താവ് ഇത്രയും കാര്യം പറഞ്ഞു തീർന്നപ്പോൾ പത്രോസ് തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ചോദ്യം. കർത്താവ് പറഞ്ഞു. എന്നിട്ട് പത്രോസ് തന്നെ പറയണേ, 7 വട്ടം മതിയോ? യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറയാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് സ്വതവേ ക്ഷമിക്കാൻ എന്ത് ചെയ്തില്ല, പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ നടുവിൽ ആരുണ്ട്? ഞാനുണ്ട്. 2 3 പേർ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വട്ടം ക്ഷമിക്കാൻ പറ്റും? 70 വട്ടം.
അവസാനമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സഹോദരന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അന്യോന്യം ക്ഷമിക്കാൻ പറ്റണം. യേശു ആ സഭയുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്ഷമിക്കും. ഞാൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറ്റും. ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നടുക്ക് വരുന്നത്? പരസ്പരം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കും, ഇയാള് നമ്മളിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് മറ്റും പലർക്കും എന്ത് ചെയ്യാനുണ്ട്? പ്രയോജനപ്പെടാനുണ്ട്. ഇത് യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എടുത്തിടാറുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇത് അറിയണ്ടേ? ഐകമത്യപ്പെട്ടാൽ എന്ത് കിട്ടുമെന്നും 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ടെന്നും എന്തിനു പറയുന്നു? കർത്താവ് നടുക്കുണ്ടെങ്കിൽ 7 വട്ടമല്ല 70 വട്ടം നിങ്ങൾക്ക് അവസാനമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? അവിടമാണ് സ്വർഗം. കാരണം അവിടെ ആരുണ്ട്? കർത്താവുണ്ട്. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്യണമേ? സഹായിക്കണം. അതിനുശേഷമാണ് കർത്താവ് അവരോട് പറയുന്ന 23 സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഇവിടെ കണക്ക് തീർക്കാനുള്ള ഒരു രാജാവ്, കണക്ക് തീർക്കുന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വർഗരാജ്യത്തിൽ എന്ത് തീരണം? ഈ കണക്ക്, ഇവിടെ പറയുന്ന കണക്ക് ഏതാണ്? പരസ്പരമുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ക്ഷമിച്ചു കൊടുക്കുന്നതിലെ കണക്കാണ്. ഇല്ല, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ക്ഷമിക്കുവിൻ. കാരണം കണക്ക് തീർക്കാൻ വരുന്ന രാജാവിനോടാണ് സ്വർഗരാജ്യത്തിലെ രാജാവിൻ്റെ രീതി എന്ത് ചെയ്യുന്നത്? പറയുന്നത്. കണക്ക് തീർക്കാൻ രാജാവ് വന്നപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഇവിടെ കണക്ക് തീർക്കുന്ന കാര്യമാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത്. ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാണ്? ഇളച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഇവിടെ രാജാവ് ഇളച്ചു കൊടുക്കുന്നു. എത്രയാണ്? 10,000 താലന്താണ്. രണ്ടാമത് പറഞ്ഞ 100 താലന്തല്ല, 100 വെള്ളിക്കാശാണ്. താലന്ത് വലിയ എമൗണ്ടാണ്. ഇവിടെ വെള്ളിക്കാശ് ചെറിയ സംഖ്യയാണ്. ഈ ക്ഷമിച്ച് കിട്ടിയവൻ എന്ത് ചെയ്യുന്നില്ല? തൊണ്ടയ്ക്ക് പിടിച്ചു. ഇവിടെ തൊണ്ടയ്ക്ക് പിടി വീഴുന്ന ആളാരാണ്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന താഴ്മപ്പെട്ടിരിക്കുന്നവന്റെ തൊണ്ടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? പിടിച്ചത്. അവന്റെ കുറ്റമാണ് ഇവന് പ്രശ്നം. അവന്റെ കുറവ്, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി എന്ത് ചെയ്യും? എടുക്കും. എടുത്തിട്ട് തൊണ്ടയ്ക്ക് എന്ത് ചെയ്യും? പിടിച്ചു. പല കൂട്ടായ്മകളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇപ്പൊ പരസ്യമാണ്. ഇവിടെ തൊണ്ടയ്ക്കല്ല പിടിക്കുന്നത്, ഇരിക്കുന്ന കസേര എടുത്ത് അവന്റെ തലയ്ക്കാണ് എന്ത് ചെയ്യണം? അടിക്കണം. എന്നിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു ദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവനും രാജാവിനോട് എന്ത് ചെയ്താണ്? അപേക്ഷിച്ചതാണ്. രാജാവ് ഇളച്ചു കൊടുത്തു. പക്ഷെ ഈ 100 വെള്ളിക്കാശിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി വെച്ചു. ആൾക്കാർക്ക് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തടവിലാക്കി വെക്കാൻ വലിയ പ്രിയമാണ്. കർത്താവ് സ്വതന്ത്രമാക്കി വിടുന്നവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യുക? തടവിലാക്കി വെക്കുക. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഈ കൂടുതൽ ഇളച്ചു കിട്ടിയവൻ, ഈ കുറച്ച് കടപ്പെട്ടിരിക്കുന്നവൻ എന്ത് ചെയ്യും? തടവിലാക്കി വെക്കുമ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർക്ക് ദുഃഖം വല്ലതും വരാറുണ്ടോ? ഈ ദുഃഖം ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയും, കർത്താവേ, ഇതാ ഇപ്പൊ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? തടവിലാക്കി വെക്കുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നു? കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെന്ന് എന്ത് യജമാനനെ എന്ത് ചെയ്തു? ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? ഇവിടെ പറയുന്ന പദം കണ്ടോ? കൂട്ടുദാസൻ. ഒരു സഭയിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആരാണ്? കൂട്ടു സഹോദരനാണ്, കൂട്ടു സഹോദരിയാണ്, കൂട്ടുദാസനാണ്, കൂട്ടുദാസിയാണ്. ഇവിടെ എന്ത് വേണം? കരുണ വേണം. എങ്ങോട്ട് പോകണ ചോദ്യമാണ് ചോദിച്ചത്? സ്വർഗരാജ്യം.
അങ്ങോട്ട് പോണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് വാഴയ്ക്കപ്പം കിട്ടും, ഉള്ളിയോടെ കിട്ടുമെന്ന് എന്ത് ചെയ്താൽ മതി, കാത്തിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് കിടന്നിട്ട് ആരാധിച്ച് കൈയടിച്ച് പൊട്ടിച്ച് ഉത്തരത്തിൽ ചെന്ന് ഇടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വചനം അറിഞ്ഞുകൂടാത്ത വിശ്വാസികൾ അവരെ കൂടെ കിടന്ന് ചാടുകയും ചെയ്യും. സ്വർഗരാജ്യത്തിൽ പോണ്ടേ? സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിലും വേണ്ടൂല, ഉള്ളിവട എന്ത് ചെയ്താൽ മതി. ശ്രേഷ്ഠദാസനെ എന്ന് വിളിക്കേണ്ടിയ സ്ഥലത്ത് എന്താണ് വിളിച്ചത്? ദുഷ്ടദാസനെ. നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അടുത്ത് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ പാപക്കടങ്ങളെല്ലാം എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ആരാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറവുകൾ എന്ത് ചെയ്യുന്നില്ല, ക്ഷമിച്ചു കൊടുക്കാനായിട്ടുള്ള മനസ്സ് ഇല്ലതാണ്. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ, വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ത്? ദണ്ഡനം. മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളുടെ ആത്മമണ്ഡലത്തെ ആര് ദണ്ഡിപ്പിക്കും? പിശാചി ദണ്ഡിപ്പിക്കും. ക്ഷമിക്കാൻ കഴിയാത്തൊരു ഹൃദയത്തെ പിശാചി ദണ്ഡിപ്പിക്കും. വിനയപ്പെടാൻ ഇല്ലാത്ത ഒരു ഹൃദയത്തെ പിശാചി ദണ്ഡിപ്പിക്കും. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദണ്ഡനം മാറട്ടെ എന്ന് പറഞ്ഞ് ദണ്ഡനം മാറുമോ? ക്ഷമിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ വേറെ ഒരു ഉപവാസവും പ്രാർത്ഥനയില്ലാതെ ദണ്ഡനം മാറും. ഹലോ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം, കണ്ടോ ആ പദം കണ്ടോ? ചുമ്മാ കള്ളക്ഷമയല്ല, അത് പിന്നെയും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോട് കർത്താവ് ക്ഷമിച്ചതുപോലെ ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എന്ത് ചെയ്യും? നിത്യ നരകാഗ്നിയിലേക്ക് പോകും. പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു കൂട്ടായ്മകളും കാണത്തില്ല. എന്നാൽ അവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യുവിൻ? ക്ഷമിക്കുവിൻ. കർത്താവിൻ്റെ മേശയിൽ നമ്മൾ വരുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണം കൂടെ ലഭിക്കുകയാണ്. അവൻ്റെ രക്തത്താലുള്ള പാപമോചനം, അവൻ്റെ ജീവന്റെ അപ്പത്താലുള്ള പോഷണം. കർത്താവേ, ഞങ്ങൾ നിത്യ നരകാഗ്നിയിൽ പോകാതെ ഞങ്ങൾ നിത്യ സ്വർഗത്തിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് വരുവാൻ, ഞങ്ങൾ താഴ്മപ്പെടുന്നവരാകുവാൻ, വീണ്ടും വീണ്ടും താഴ്മപ്പെടുന്നവരാകുവാൻ, ഇടർച്ച ഉണ്ടാക്കാത്തവരായിരിക്കാൻ, ഇനി ഇടർച്ച ഉണ്ടായവരെ തിരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിയെടുക്കുവാൻ, ആത്മാവിൻ്റെ ഐക്യതയോടുകൂടി ഒരാഗ്രഹത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഐകമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ക്രമപ്പെടുത്തി കൊണ്ടുവരുവാൻ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആളത്തെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് തിരിച്ചറിയുവാൻ, ഞങ്ങളെല്ലാവരുടെയും എറ്റേണിറ്റി യേശുക്രിസ്തുവിലൂടെ സുരക്ഷിതത്വം പ്രാപിപ്പാൻ, സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കർത്താവിനർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.